നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ തൊട്ടിട്ടും തലോടിയിട്ടും എനിക്ക് സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തെന്താ? യശോദമ്മയെ പോലെയല്ല, ഫിദ മാഡത്തിനെ പോലെയല്ല, വേറെന്തോ പോലെ. എന്നെ പരീക്ഷിക്കില്ല കണ്ണാ. എന്നെ നേർവഴിക്ക് തന്നെ നയിക്കണേ. എന്റെ അച്ഛനമ്മയെ വിട്ട് ഒരിക്കലും ഒരിടത്തേക്കും പോണ്ടി വരില്ലേ. അവരെന്റെ പ്രാണനാ, എന്നെ കാത്തു രക്ഷിച്ചവരാ. എനിക്ക് അവരെ മാത്രം മതി. എന്താ ശ്യാമേ കുടിക്ക. ഇതെന്താ ശ്യാമേ, ഒരു ശ്രദ്ധയില്ലാതായോ ഇപ്പോ? ആര് പറഞ്ഞു ശ്രദ്ധയില്ലാന്ന്? ശ്രദ്ധ കൂടിപ്പോയതുണ്ട്. പിന്നെ അതേ അടുത്തേ, എനിക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ടല്ല, എന്റെ മോൾക്ക് ശ്രദ്ധ കൂടിപ്പോയതുകൊണ്ടാ. ഏട്ടത്തി വേണമെങ്കിൽ വിളിച്ചു നോക്കിയേ, അപ്പൊ അവള് പറയും അവൾ അവളുടെ അമ്മയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. കേൾക്കാൻ നല്ല രസമുണ്ട്. ഒന്നുമില്ലെങ്കിലും പഴയതുപോലെ എല്ലാ കാര്യത്തിലും സങ്കടപ്പെടുന്നില്ലല്ലോ. മോളെ കുറിച്ച് നല്ലൊരു ഉത്തരം മനസ്സിൽ കൂട്ടിവെക്കുന്നുണ്ടല്ലോ, നല്ലതാ. എടുത്തേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ? ഇപ്പൊ എന്റെ മോള് ആരെയാ അമ്മയെന്ന് വിളിക്കുന്നത്? അവളുടെ ഫിദ മാഡത്തിനെ അല്ലേ? തൽക്കാലം എനിക്ക് എന്റെ വേഷത്തിൽ നിന്ന് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും അവള് ഫിദയുടെ മോളാണെന്ന് പറഞ്ഞാലോ? എന്നിട്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെ പറയാം. അവളെ എനിക്ക് എങ്ങനെയാ നഷ്ടപ്പെട്ടെന്നും അവളുടെ അച്ഛൻ എങ്ങനെയാ ഇല്ലാതായതെന്നും. മാത്രമല്ല, അഖിൽ സാറിന്റെ ഫോട്ടോ അവള് കണ്ടിട്ടുണ്ടല്ലോ. ഇടയ്ക്ക് കാണുന്ന സ്വപ്നങ്ങളില് ഒരല്പം വട്ടുണ്ടോന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ല, ഏറ്റവും സിമ്പിളായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അവള് ഫിദയുടെ മകളാണെന്നൊരു കള്ളം പറയാം. ശ്യാമ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഫിദ അനുഭവിച്ചതാണെന്ന് പറയാം. എന്നിട്ട് അത് രാധിക വിശ്വസിച്ചാലേ അവൾ ആദ്യം എന്തായിരിക്കും ഫിദയോട് ചോദിക്കാം? അത് ഏത് കുഞ്ഞായാലും അത് തന്നെയായിരിക്കും ചോദിക്കാം. എനിക്ക് എന്റെ അമ്മയുടെ മുഖം കാണണോന്ന്. അപ്പൊ എന്ത് ചെയ്യും? അത് ശരിയാ. അതാ ഞാൻ പറഞ്ഞത്, ഈ പൊട്ടത്തരത്തിനൊക്കെ ഒരു പരിധിയുണ്ടെന്ന്. രാധിക മോളുടെ മുന്നില് ഇനി അവളുടെ അമ്മയാണെന്ന് ഒരൊറ്റൊരാൾക്കേ പറയാൻ പറ്റൂ. പ്രശസ്ത ഗായിക ശ്യാമയ്ക്ക്. അതെപ്പോഴാണോ സംഭവിക്കുക അപ്പൊ സംഭവിച്ചാ മതി. എല്ലാ നേരത്തും മോളെ തന്നെ ആലോചിച്ചിരിക്കുന്നോണ്ട് ശ്യാമയുടെ മനസ്സ് നിറയുള്ള ചിരി എനിക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നു. അവൾ എപ്പോഴും ഉള്ളിലുണ്ട്, ഞാൻ ശ്വാസം എടുക്കുന്ന ഓരോ നിമിഷവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.